ഡാനൂന് ഞാൻ മുതിരമുട്ട ഉണ്ടാക്കാച്ചിട്ട് കേട്ടൻ ഉണ്ടാക്കട്ടെ. എന്ത് മുതിരമുട്ട ജീജ കേട്ടിട്ടില്ലല്ലോ. മുതിരമുട്ട ഒന്നുമില്ല ഇതന്നെ. ഉപ്പേരി മിളകിടില്ല. മുതിര വേവിച്ച് വെക്ക. മഴ പെയ്യില്ല ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. മഴ പെയ്തപ്പോ മഴ കൊണ്ടെങ്കിലും മതിയായി. മഴയെ കുറിച്ച് മഴ ഇങ്ങനെ തുടങ്ങിയാലേ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള തന്നെയാണ്, നമ്മുടെ വീട്ടിൽ മൊത്തം അങ്ങോട്ട് തുണി കൊണ്ട് അങ്ങോട്ട് നിറയും. ഫാനിന്റെ മുകളിൽ, ടിവിയുടെ മുകളിൽ ഇന്ന് വേണ്ട എല്ലാവർക്കും മഴ പ്രമാണിച്ച് നമ്മളെ ബീഫും ബ്രെഡും മസാല ചായ തേങ്ങ വേണ്ട അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ മഴ ആഘോഷം. എന്തായാലും ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. വീടിൻ്റെ ഉള്ളിലുള്ള പരിപാടികളും. മീനിന് തിന്നാൻ കൊടുക്കാൻ വരെ മടി തുടങ്ങി. മഴയത്ത് കുടഞ്ഞൂടി പോണ്ടേ. പോർച്ചുഗീസ് ഫാനിന് കാണിച്ചു തരാം. പണ്ടത്തെ ഒരു വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാ. അന്ന് ഇവനോട് നീ ഏത് ടീമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെച്ചിയിലാന്ന് പറയും. ബെച്ചിയിൽ ഞാൻ വീഡിയോ തപ്പി പിടിച്ച് കിട്ടിയ കാണിച്ചുതരാം. ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പൊ പോർച്ചുഗീസ് ആണ് കേട്ടോ. പോർച്ചുഗൽ ഇൻട്രോട്ട് ചെയ്യാൻ തൽക്കാലം മുഖം കാണിക്കുന്നു. റൊണാൾഡോ ഇന്നെല്ലാം ടീഷർട്ടും ഇതൊക്കെ മേടിച്ചിട്ട് കയ്യുമ്പോ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വേഗം എടുത്തോ, കാരണം ഈ ടീം തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റില്ല. അതുവരെ അടിച്ചു പൊളിച്ച് ജയിക്കും. പോർച്ചുഗൽ സൂപ്പർ ടീമാണ്. ഒരു ബ്രെഡ് കൂടെ എടുക്കട്ടെ, തിന്നുവോ? ഇവിടെ ഇരുന്നോ കൊറേണ്ട്. കണ്ടില്ലേ? കുറച്ചെണ്ണത്തിന് ഫിഷ് ടാങ്കില് ഇതിന്റെ കൂടെ ഇടാം. തിന്നോ? ഡാനൂസ് പാടത്ത് പോയിട്ട് പിടിച്ച ഞണ്ടുകള് കൊറേണ്ണുണ്ട്. ഞാൻ വെച്ചാൽ 1-2 എങ്ങനെ പിടിക്കുക? കൊറേ ഞണ്ടുകളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്താ ചെയ്യാന്ന് അറിയില്ല. നമുക്കിപ്പോ ഒരെണ്ണത്തിന് എടുത്തിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇടാം. ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞാലേ വലുതിനിടാം. നിക്ക്. അപ്പൊ അതിന് ഒരെണ്ണത്തിന് എടുത്തിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇടാം. ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടത്തെ മീനൊക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ. നമ്മളെ ഒരു നാടൻ അക്വേറിയം. അപ്പൊ അത് കുറച്ച് ആൽഗയൊക്കെ പിടിച്ചിട്ട് ഒരു ഇതിലാണ് കാണിച്ചു തരാം എന്തായാലും. അപ്പൊ ഒരെണ്ണത്തിന് നമുക്ക് ഒരു ഞണ്ടിനെ എടുത്തിട്ട് നമുക്ക് അതിലിടാം. ഈ ഞണ്ടുകൾ മീനിന് പിടിക്കുമെന്ന് എനിക്കറിയില്ല. പിടിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും ഒരെണ്ണത്തിന് ഇടാം. കാണാല്ലേ, ഞാൻ ടോർച്ച് എടുക്കട്ടെ കേട്ടാ. ഇതാരാ വരുന്നത്? പൊന്നോ? ഉമ്മേനോ? നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വയ്ക്കണം. കെട്ടിപ്പിടിക്കും ചെയ്യും ഉമ്മ വയ്ക്കും അല്ലേ? വല്യപ്പ അവിടെ വീട്ടിലുണ്ട്.
ജിജെ എന്ന് വിളിക്കുന്നത് ആരെന്നെയാണെന്നറിയോ? ഷീബേച്ചിനെയാണ്. ആ ഷീബേച്ചിനെ പൊന്നു വിളിക്കണ പേരാണ് ജീജ. പിന്നെ ഞങ്ങളിപ്പോ എല്ലാരും ജീജ എന്നാക്കി വിളി അല്ലേ? ഞാനേ ടോർച്ചെടുക്കട്ടെ. മീനൊന്നിനും കാണാനില്ല. ഞാന് ടോർച്ചടിച്ച് കാണിച്ചുതരാം. ചൂടെടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല അതിന്റെ സ്റ്റഫ് ചൂടില്ല, കോട്ടൺ അല്ല. വായോ ഇടാറോ. ഇങ്ങനെ കൊണ്ടുവിടാം. പിടിച്ചിട്ടുണ്ടോ? കൊഴപ്പില്ല കേട്ടാ. മൂപ്പര് വലിയ അലമ്പില്ലാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ചെറുതിനെ പിടിച്ചിട്ടുണ്ട്. ആ അപ്പൊ ഒരു ചെറുതിനെ കൂടി ഇടാം. അപ്പൊ ഇവിടേക്ക് വരുമ്പോ ഉണ്ട്. 2 ഞണ്ടിനെ നമ്മള് അതിലിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട് കൊറേ. ഇതെന്താ ചെയ്യാന്ന് അറിയില്ല കേട്ടോ. ഇത് എന്തിനെ പിടിച്ചേ നിങ്ങൾ ഇതിനൊക്കെ? എന്ത് ഉദ്ദേശത്തില് പിടിച്ചേ? ഒരു ഉദ്ദേശമില്ല, വെറുതെ പിടിച്ചു. പണ്ട് ഞങ്ങൾ ഇതുപോലെ മഴക്കാലത്ത് പാടത്തൊക്കെ പോയിട്ട് മീനിനെയും ഞൗഞ്ഞീനൊക്കെ പിടിക്കും. അപ്പൊ അതുപോലെ ഇവര് മഴയത്ത് പോയിട്ട് പിടിച്ചാണ് ഞണ്ടിനെ. മിക്കവാറും ഇതിനെ പറമ്പിൽ കൊണ്ട് കളയേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ച് പാടത്തന്നെ കൊണ്ടിടേണ്ടി വരും. കുറേ ഉണ്ട്. ഇത് പുറത്തേക്ക് പോടാ. അതിന് മോള് കേറി എത്തിച്ചു നോക്കണ്ടട്ടാ മോളിക്ക്. വെള്ളം പെണ്ണ നോക്ക്. കണ്ടാ പിള്ളേരുണ്ട്, കുഞ്ഞു പിള്ളേര് കണ്ടാ, ചികിടുങ്ങള്. എന്ത് പിള്ളേര്? ഇതിന്റെ കുട്ടികള്. എവിടെ? അതിന്റെ വയറിന്റെ മുകളിലാ? ആ അതിന്റെ ഒന്ന് ചാടി. ബൈ പറയടാ. ഇതില് നോക്കി പറയും ബൈ. ക്യാമറയിൽ നോക്കിട്ട് പറഞ്ഞേ ബൈ. ബൈ കൈ വീശിട്ട് പറയും. ക്യാമറയിൽ നോക്കിട്ട് പറയും ബൈ. ആ ഓഫ് ചെയ്ത് ഇവിടെ എവിടെ ഓഫ് ചെയ്യാ? ഇവിടെ. ഏതാ ടീം ഒന്ന് പറഞ്ഞേ. ഏതാ? അതെയാ? അർജന്റീന അല്ലേ? അർജന്റീനയാവാ. അതെയാ? അർജന്റീനയാവാ. അർജന്റീന. അഞ്ചുണ്ടി. ഡാനിസ് അർജന്റീന അല്ലേ? വെച്ചില്ല മാറോ? മാറില്ല എന്നല്ലേ പറയാ.